നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? മുതുക്കനാണല്ലോ, മുതുക്കൻ എന്നെ സോറി എന്ന് വിളിക്കും, ചേച്ചി എന്ന് വിളിക്കുന്നു. എന്റെ പൊന്നു രേണു ചേച്ചി, നിങ്ങൾ തന്നെ പറയുന്നു എന്റെ കമന്റ് ബോക്സുകളിൽ വരുന്ന കമന്റുകളൊന്നും ഞാൻ ഇനി ശ്രദ്ധിക്കുക പോലുമില്ല, മറുപടിയും കൊടുക്കാൻ വയ്യ, അവരെന്താച്ച പറയട്ടെ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ലൈവിൽ വന്നിട്ട് ഇതാ ആ ഒരു കൊച്ചു കുഞ്ഞിനെ ബാക്കിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ വൃത്തികേടുകൾ വിളിച്ചു പറയാം. കൊള്ളാം. കമന്റ് നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മുന്നോട്ട് വന്നത്. പണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു, പിന്നീട് അതൊക്കെ മറന്നു, ജീവിതം മുന്നോട്ട് പോകാനുള്ള തത്രപ്പാടിലാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്, നല്ല രീതിയിൽ ബാഡ് കമന്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഏതോ ഒരു ചേച്ചി പറഞ്ഞ വൃത്തികേടുകൾ ഞാൻ ശരിക്ക് എനിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു അവരുടെ വാക്കുകൾ. ആ വാക്കുകളെ ഞാൻ ഭയങ്കരമായിട്ട് തന്നെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിവുള്ള ആളാണോ കഴിവില്ലാത്ത ആളാണോ എന്നുള്ളൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരേ ഭാവം, ആൽബം ചെയ്യുമ്പോൾ ഒരേ ഭാവം, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കമന്റുകൾ വരും. ആ കമന്റുകൾക്ക് നമ്മൾ വേണമെങ്കിൽ മൈൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ പോട്ടെ പുല്ലെന്ന് പറയാം. നിങ്ങൾ ആ മൈൻഡിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ആ ഒരു കുട്ടിയെയും പിറകിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചത് ഭയങ്കരമായിട്ട് എന്തോ ഒന്ന് തോന്നിപ്പോയി. ഒന്ന് കാണിച്ചു തരാം. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ, എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. എന്താ എന്റെ പൊന്നു രേണു, നിങ്ങൾക്കൊരു വിലയും നിലയുണ്ട്. ആ വിലയും നിലയും കളഞ്ഞു കുളിക്കരുത്. അതായത് കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വില. നിങ്ങളുടെ നില എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തു വെക്കുന്നതാണ് നിങ്ങളുടെ നില. ഇങ്ങനെയുള്ള ഓരോ കോപ്രായത്തങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ ലൈവ് ചെയ്യുന്നതും ആ വീഡിയോയിൽ മറുപടി പറഞ്ഞൊന്നും തെറ്റാന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ആ ഒരു കുഞ്ഞിനെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ എന്തായാലും വീഡിയോ ബ്ലറാക്കിയിട്ടുണ്ട്. കാരണം അത് ചെയ്യാൻ പാടില്ല. ആ ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ അത് പോക്സോ കേസിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളത് ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഒരുപാട് കുട്ടികളെയൊക്കെ വീഡിയോസിൽ കാണിക്കാറുണ്ട്. ഈ കുട്ടികളുടെ വിവസ്ത്രമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും കാണിക്കാൻ പാടില്ല എന്നുള്ള നിയമം അത് നിലവിലുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് തെറ്റിച്ചുകൊണ്ട് ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്നത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ പ്രശ്നമാണ്. അതൊന്നും കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പയ്യൻ മുഖം കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഒരു പയ്യൻ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ, അതായത് ചിലപ്പോ ഒരു 18 വയസ്സ് കഴിഞ്ഞാലുള്ള ഒരാൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു കുട്ടിയെ കൊണ്ട് അവന്റെ രക്ഷിതാക്കളാണോ ഇനി ആരാണോ ചെയ്യുന്ന അറിയില്ല, വീഡിയോസിലൂടെ മറുപടി പറയിപ്പിക്കുന്ന ഒരു സാധനം. പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം, എനിക്കിപ്പോൾ ഓർമ്മയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ കയറ്റാം. അപ്പോൾ ആ ഒരു കുട്ടിയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയിക്കുന്നുണ്ട്. വൃത്തികേടുകൾക്കുള്ള മറുപടികൾ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ശരിക്കും നിയമ ലംഘനമാണ്, നിയമവിരുദ്ധമാണ്. പോക്സോ വരെ ആ ഒരു കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ആളുകൾക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നെങ്കിൽ ന്യൂജന്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ആ കുഞ്ഞുങ്ങൾ പറയുന്ന വിഷയങ്ങളാണ് പ്രശ്നം. അവർക്കത് പറയാനുള്ള യാതൊരു റൈറ്റും ഈ ഒരു സമയത്തില്ല എന്നുള്ളത്. അത്ര ചെറിയ കുട്ടി, 18 വയസ്സിന് താഴെയുള്ള, എനിക്ക് തോന്നുന്നൊരു 8-9 വയസ്സൊക്കെ ഉണ്ടാവുള്ള കുട്ടിക്ക് 9 ഉണ്ടാവൂല, അങ്ങനെയുള്ള കുട്ടിയെ കൊണ്ട് ഓരോന്ന് കാണിക്കുന്നത് അതൊക്കെ വളരെ മോശമാണ്. ആ ഐഡിയ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു അധികാരം ഞാൻ തന്നില്ല. അദ്വൈത, നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനാണോ കിഞ്ഞനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ്. ഇതൊക്കെ എന്തിന്റെ ആവശ്യമാണ് രേണു നിനക്ക് ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ കമന്റ് ബോക്സിൽ കമന്റ് വരുന്നുണ്ട്. ആ കമന്റിനെ ഏകീകരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയല്ല, അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നതും നിങ്ങളെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് അമ്മച്ചിമാര് പറയുന്ന കുറെ കാര്യങ്ങളും, നിങ്ങളെ പണ്ട് വിധവയായി കണ്ട സമയത്ത് കുറച്ച് വീഡിയോസിലൂടെ നിങ്ങൾ ഇന്റർവ്യൂലൊക്കെ വന്നപ്പോൾ നിങ്ങളെ ഭയങ്കര ക്യൂട്ടും പാവവുമായിട്ട് കണ്ട ഒരുപാട് ആളുകളുണ്ട്, കുറച്ചുകൂടെ അമ്മച്ചിമാര്. അതായത് പാവം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടി ഒരുപാട് അമ്മച്ചിമാരുണ്ട്. ആ അമ്മച്ചിമാരൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വയറ് കാണിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടൊരു സാധനം അത് കാണിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ വീഡിയോ എന്ന് നമുക്കറിയാം. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടാലും അവർക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ആരുള്ളത് ഇത് കാണാനും പറയാനൊക്കെ ഉള്ളത്? അവരുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളും മുന്നോട്ട് പോകുന്നത്, നമ്മളും മുന്നോട്ട് പോകുന്നത്. കമന്റുകളെ നമ്മൾ അതിനെതിരെ സംസാരിക്കുന്നത് കുഴപ്പമുണ്ടായിട്ടല്ല. ആ ഒരു കൊച്ചു കുട്ടിയുണ്ട് തൊട്ടപ്പുറത്ത്. ആൽബം പൊളിച്ച താങ്ക് യു ഗോപിക. നീ ഓടി
പൊടി 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 പൊടി. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ? മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവില് വന്ന് എന്നെ ചീത്ത വിളിച്ച ഓടിക്കണം. പോടാ, നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. വിളിക്കണ വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ, ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. മനസ്സിലായി. ആ സംസ്കാരമല്ല നിങ്ങളതെന്ന് കൃത്യമായി മനസ്സിലായി. ഇതേപോലെ ഞാൻ ഏതോ ഒരു ചാനലിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത്. കമന്റ് ബോക്സുകൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്ന, കമന്റിനൊക്കെ തെറി വിളിച്ച് പറയുന്ന, ഏതാണ് എന്തൊരു ഫ്രാൻസിസോ അങ്ങനെ എന്തോ ഒരു പേര്, റീന ഫ്രാൻസിസോ തോന്നുന്നു. റീന ഫ്രാൻസിസ്, റീന അലക്സ് അങ്ങനെ ഒരുപാട് പേരുകളുള്ള ആ ഒരു സ്ത്രീ, അവരാണ് ഇങ്ങനെ കമന്റ് ബോക്സിൽ വരുന്ന ആളുകളൊക്കെ ഇമാതിരി രീതിയിൽ പ്രതികരിക്കാറുള്ളത്. പ്രതികരിക്കണം, പക്ഷെ ഇത് കുട്ടി എടുത്തു വെച്ചിട്ടുള്ള പ്രതികരണം അടിപൊളി. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഉള്ള വില മൊത്തം കളഞ്ഞു. ഇനി വില ഉണ്ടോ എന്നൊക്കെ സ്വയം പരിശോധിക്കേണ്ടതാണ്. അതിന്റെ ഇടയ്ക്ക് എന്റെ ഭക്തർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുന്നുണ്ട്. അനുഗ്രഹം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, അനുഗ്രഹം. ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേ ബി ഒരു 5-8 വർഷം പിടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. എനിക്കിത് കാണുമ്പോൾ സത്യത്തിൽ ശരിയായിരുന്നത്. ഇവർ ചെയ്ത വീഡിയോസിലൊക്കെ ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇത് തന്നെ. ഒരു തർക്കമോ കാര്യത്തിൽ വേണ്ട, നമുക്കത് മുഴുവൻ കാണാട്ടോ. നല്ല രസമുണ്ട്. മറുപടി കേൾക്കുന്നതും കൊടുക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാൻ. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നത്. മുതുക്കൻ, നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല. മുതുക്ക തെറി മുന്നേ വിളിച്ചിട്ട്. ഇതിപ്പോ ആളുകളെ ഒരു ചെറിയൊരു ഇതാണ്. അതായത് ചില ആളുകളെ ആ ചേച്ചി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യും. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ താഴെയാവും. ഇപ്പൊ രേണു സുധി എന്നെക്കാട്ടും ചെറുതാ. രേണു എന്ന് വിളിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അയ്യോ ചേച്ചി എന്നൊക്കെ വിളിക്കാൻ നമ്മൾ തമാശക്കൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ കമന്റ് ബോക്സിൽ എഴുതുന്ന വാക്കുകൾ എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് രീതിയാണ്, എന്താണ് ടോൺ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വായിക്കുമ്പോൾ മൊണാലിസയുടെ ഫോട്ടോ പോലെ, അതായത് ആ ചിത്രത്തിലേക്ക് ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നോക്കിയാൽ ചിരിക്കും, കരയുന്നു എന്ന് പറഞ്ഞാൽ കരയും. അങ്ങനെ നമ്മൾ ഇഷ്ടാനുസരണം അതിന്റെ ഭാവങ്ങൾ മാറുന്നതുപോലെ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് ആർക്കും മനസ്സിലാവില്ല. ഹായ് ചേച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹായ് ചേച്ചി എന്നാവും, ചിലപ്പോൾ ഹായ് ചേച്ചി എന്നാവും, ചിലപ്പോൾ ഹായ് ചേച്ചി. അങ്ങനെ പല ഭാവങ്ങളുണ്ടല്ലോ, അതങ്ങനെയാണല്ലോ. തെറി വിളിച്ച എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ച എനിക്കെന്നാ പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ, എന്റെ ലൈവ് വരാതെ പോടാ പോടാ പോടാ. എടി അന്നസുതി കൊറേ പയറുമണിയുടെ ഡി പി ഇടാതെ നീ ഒരു തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കടിച്ച തള്ളയല്ലേടി. അയ്യോ ഇത് കുറച്ച് ഓവറായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാ. എന്താണ് നിങ്ങൾ ആ ഒരു ലൈവ് കൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. ലൈവില് കമന്റ് ഇടുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ വൈറലാവുന്നത് പലപ്പോഴും നിങ്ങളെ വൃത്തികേടുകൾ പറയാനും നിങ്ങളെ കളിയാക്കാനും വരുന്ന ആളുകളുടെ വ്യൂ കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഈ ഒരു വീഡിയോയിലൂടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തിനാവും ഇത് വിളിക്കുന്നത്, എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം സ്വയം ഒന്ന് വിമർശനമായി ഏറ്റെടുക്കുന്നത് നല്ലതാണ്, അല്ലെ? തള്ളയാണ് പോലും. കൊള്ളാം. സത്ത ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ ചോദിച്ചിട്ട് പൂക്കുട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ചേച്ചിയുടെ അഭിനയം സൂപ്പർ, അടുത്ത വർഷം ഓസ്കാർ കിട്ടും എന്നൊക്കെയാണ് കമന്റ്. സ്വയം വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചേച്ചി ഇങ്ങനെ ചേച്ചിയല്ല എന്നാണ്ടും താഴെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചേച്ചി എന്ന് വിളിക്കേണ്ടത് ഒരു മോശമായി തോന്നണ്ട. രേണു സ്വയം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിനയം വളരെ വളരെ അറുബോറാണ്. എന്നാൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് മുന്നിലെങ്കിലും നിങ്ങൾ കോമാളിത്തരം കളിക്കാതിരിക്കുക. നിങ്ങളുടെ മകൻ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു ചാനൽ തുടങ്ങി, അതിലൊരു വീഡിയോ ഇട്ടു. അമ്മച്ചി അങ്ങനെ അഭിനയിക്കുന്നത് എങ്ങനെയാ ഞാൻ പറഞ്ഞ് നിർത്തിക്കുക എന്നുള്ളത്. അതായത് ആ കുട്ടിക്ക് പോലും ഒരു സംശയമുണ്ട്, അതായത് വളരെ മോശമാണ് എന്നുള്ളൊരു കാര്യത്തിൽ.
ആ ഒരു കാര്യം നിങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ലൈവും വന്നിട്ട് ഇങ്ങനെ ഓരോ കൊമ്മളിത്തരങ്ങളും കാണിച്ച് ഇങ്ങനെ തെറിയും വിളിച്ചാൽ തെറിയല്ല ഇങ്ങനെയും മറുപടി കൊടുത്തിട്ട് സ്വന്തം കുട്ടി തൊട്ട് ബാക്കിലിരിക്കുന്നുള്ള കാര്യം കൂടി മറന്നുകൊണ്ട് ഇങ്ങനെ തള്ളേ പൊടി പൊടാന്നൊക്കെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വില ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, അത് കളയരുത്. രേണു സത്യത്തിൽ ഇപ്പോ ഞങ്ങൾ എയറിലേക്ക് നന്നായിട്ട് പോകും. ആ എയറിലേക്ക് കണ്ടെത്തി ആ എയറിൽ നിന്നും അതങ്ങ് ബ്ലിങ്ക് അടിക്കും. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടതോ, ഒരുപാട് ആളുകൾ അങ്ങനെ എയറിൽ വന്ന് പിന്നെ കാണാതായിട്ടുണ്ട്. കാണാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു ടൈം വരെ ഒരാളെ പൊക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കിക്കളയും. ഇവിടെയും അത് സംഭവിക്കാനുള്ള സാധ്യത 101% ഉണ്ട്. എനിക്ക് വീഡിയോ അങ്ങനെ ലൈവ് കണ്ടപ്പോഴേ ഭയങ്കര ചിരിയാ വന്നത്. ചിരി കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അയ്യോ തൊട്ടടുത്തൊരു കുട്ടി ഇരിക്കേണ്ട, ആ കുട്ടീനെയും കൂടി നാണം കെടുത്തിട്ടല്ലേ നിൽക്കണത് എന്നുള്ളതാ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നി, അതുകൊണ്ട് വന്നതാ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധി ഇവിടെ പോകാൻ സൈനിങ് ഓഫ്.